வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. நம்ம ஆக்சுவலி ரொம்ப நாள் கழிச்சு பேக் டு மூவிஸ். கொஞ்சம் ஃபேமிலி கமிட்மெண்ட்ஸ்லாம் இருந்துச்சு, அதெல்லாம் முடிச்சு இனிமேட்டு நம்ம ரெகுலரா பண்ண போறோம். இன்னைக்கு நம்ம என்ன பார்க்க போறோம் அப்படின்னா, நம்ம திலீப் ஏட்டனோட ராம்லீலா அப்படிங்கிற ஒரு பொலிட்டிக்கல் த்ரில்லர் அப்படிங்கிற கேள்விப்பட்டேன். ஸோ நிறைய பிக் திங்ஸ் எக்ஸ்பெக்ட் பண்றேன். லெட்ஸ் சி. மூவிக்குள்ள போயிட்டு டிஸ்கஸ் வச்சுக்கலாம். വാർത്തകൾ വളച്ചൊടിച്ചുകൊണ്ട് ബിഗ് ബി മുരുകനും എത്തിയിരിക്കുന്നു. നമ്മുടെ അടുത്ത വളച്ചൊടിച്ച വാർത്ത ഒരു ഞെട്ടിക്കുന്ന വാർത്ത മാത്രമല്ല, ഒരു പൊട്ടിക്കുന്ന വാർത്ത കൂടിയാണ്. ശരിക്കുള്ള നോക്കാം. അയ്യോ, ആർക്കാണ് ഇത് കിട്ടാൻ പോണത്? വാക്ക് മാത്രമുള്ള യുവനേതാവിന് തോക്ക് കിട്ടുമ്പോൾ എന്തൊക്കെ കാണിക്കും? വെള്ളരിക്കാപട്ടണം അതിന് കാത്തിരിക്കുന്നു. ഇത് വളച്ചൊടിച്ച വാർത്തകളുമായി ബിഗ് ബി മാംഗോ. നാട്ടിലെങ്ങും പേടിക്കണം. രാവിലെ 10:30 മണിക്കാണ് ജില്ലാ കളക്ടർ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. സ്വയം രക്ഷയ്ക്കായി എത്തുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുന്നതിനായി നിഷ്കർഷിക്കുന്ന ഒരു നടപടിക്രമം വധഭീഷണി നിലനിൽക്കെ രാമനുണ്ണി എത്തിച്ചേരുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടാക്സി വിളിക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ സാർ? ഷോ, അതൊക്കെ മോശമല്ലേ? അത്രയും കാശ് നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാന്ന് പറഞ്ഞാ ഇതാവുമ്പോ 40-50 രൂപ കൊടുത്താ പോരെ? ഉണ്ടല്ലോ അല്ലേ? പേടിക്കണ്ട, കാശൊന്നും കൊടുത്ത ശീലം നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിനുള്ളതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. അവരുടെ മുമ്പിൽ കൊണ്ട് നിർത്തല്ലേ? ഇവിടെ നിർത്തിക്കും. ഏട്ടാ, ഇവിടെ നിർത്ത്. ഇവിടെ നിർത്തി. ഇയാൾ എന്ത് പണി കാണിക്കുന്നു? கம்யூனிஸ்டுங்கனால ஆட்டோல வர மாதிரி கேட்டாங்களா? എന്താ പേര്? സുമേഷ് വെഞ്ഞാറ. സന്തോഷായി. പേര് ഈ ടിവിക്ക് തന്നെ ടിവി കാണാനാ? ഓ, സന്തോഷ്. എവിടെയെങ്കിലും വെച്ച് കാണാം. ഇറങ്ങി സാറേ. ഓ, അങ്ങോട്ട് മാറി. இதெல்லாம் சிஐடி மூசா காம்போ. ആള് പോട്ടെ, അങ്ങോട്ട് മാർക്കേ. ഈ തോക്ക് ലൈസൻസ് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടല്ലേ മിസ്റ്റർ? അല്ലടോ, പബ്ലിക്കായിട്ട് ഒരു സ്റ്റണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇനി ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായാൽ നിങ്ങൾ തോക്കെടുത്ത് ഉപയോഗിക്കും. എന്റെ തടി ഞാൻ തന്നെ നോക്കണ്ടേ ചന്ദ്ര? അല്ലെങ്കിൽ തന്നെ പോലെ ഉശിരുള്ള ഒരു അളിയൻ എനിക്ക് വേണമായിരുന്നു. അതൊരു ധൈര്യ. ഇതിപ്പോ എനിക്ക് കെട്ടാൻ പറ്റിയ ഒരു പെങ്ങള് തനിക്കില്ലല്ലോ. ശരിക്കൊരു വധശ്രമം താങ്കൾ ഭയക്കുന്നുണ്ടോ? കൊറേ നാള് കൂടെ കിടന്ന് രാപ്പിനെ അറിഞ്ഞതല്ലേ. പാർട്ടിക്കാരനാവുമ്പോ ചത്ത രക്തസാക്ഷിയെങ്കിലും ആവാം. ഇപ്പൊ അതാണ് അവസ്ഥ. ഒരു സാക്ഷി പോലും ഉണ്ടാവില്ലടോ. എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. ജീവന് പേടിയുള്ള ഒരുത്തനും എന്റെ മുമ്പിലേക്ക് കേറി വരണ്ടെന്നുള്ളൊരു താക്കീത്. അതാണ് ഈ ലൈസൻസ്. സാർ, നിങ്ങൾ എന്താണ് സാർ ഇങ്ങനെ നിൽക്കുന്നത്? എനിക്ക് സുരക്ഷ തരൂ, വഴിയൊരുക്കൂ സാർ. ഈ സിറ്റുവേഷനിൽ ഇതെന്തായാലും കോൺട്രവേഴ്ഷ്യൽ ആവും. പക്ഷേ പേപ്പേഴ്സ് ഒക്കെ സപ്പോർട്ടീവ് ആണ്. ഫോണിലൂടെയുള്ള ഭീഷണി തന്നെ ഉണ്ട് 12 FIR. പിന്നെ കാറ് തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനുണ്ട് 2 എണ്ണം. മോറോവർ അച്ഛൻ രക്തസാക്ഷിയാണെന്നുള്ളതും ഒരു പ്ലസ് ആണ്. റെക്കോർഡ്സിൽ എങ്ങനെയുണ്ടോ രക്തസാക്ഷി? ഇല്ല, അതില്ല. കൊല്ലപ്പെട്ടു. അതെ. മിസ്റ്റർ രാമനുണ്ണി, ഉച്ചയോട് കൂടി ലൈസൻസ് ഇഷ്യൂ ചെയ്യും. അതിനുശേഷം തോക്ക് കൈപ്പറ്റാം. ഓക്കെ, താങ്ക് യു സർ. കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും പുറത്ത് ആത്മരക്ഷാർത്ഥം തോക്ക് കൈവശം വെക്കുന്നതിനുള്ള ലൈസൻസ് പാലക്കാട് ജില്ലാ കളക്ടർ അനുവദിച്ചു നൽകി. ഇതിനിടെ NSPയുടെ സംസ്ഥാന അധ്യക്ഷൻ സാഗർ നാഗമ്പടം ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ഇരുവരും എന്നാണ് ചർച്ചയെ വിശേഷിപ്പിച്ചത്. ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാം പുറകെ അറിയിക്കാം. ശരി എന്നാ. നമസ്കാരം. കാർൽ മാർക്സ്. നിന്നോടാ പറഞ്ഞത് നിർത്താൻ. എന്ത് പോകരുത്തുള്ള കാണിക്കുന്നേ? രാഗിണി സഹാവിന്റെ കൂടി വിടാ. നിങ്ങൾ എറിഞ്ഞോടാ, ഇത് രാമനുണ്ണിയുടെ വീടാ. என்ன சொன்னான்னு தெரிஞ்சா? அவனோட வீடுதான் கொளுத்தி போகிட்டான். രാമനുണ്ണിയും NSPയുടെ നേതാക്കളും ഇന്ന് ടിവിയിൽ കൂടിക്കാഴ്ച നടത്തിയല്ലോ. എന്താണ് മാഡത്തിന്റെ പ്രതികരണം? സ്വന്തം അച്ഛന്റെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചവനാണവൻ. എന്റെ ഗർഭപാത്രത്തെ അപമാനിച്ചവൻ, പാർട്ടിയെ ചതിച്ച വർഗവഞ്ചകൻ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരെ NSPയുടെ വർഗവഞ്ചകരെ മുഖം നോക്കാതെ രക്തബന്ധം പോലും കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളത്. രാമനുണ്ണിയാണ് NSP സ്ഥാനാർത്ഥിയെങ്കിൽ ആയിരിക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ടാവും ഈ ഞാൻ. എന്തായാലും ആയിക്കരയിലെ ഈ ഉപതെരഞ്ഞെടുപ്പ് രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി എന്തായി തീരും? ഏതാ സാറേ ഈ കുറഞ്ഞതല്ല? എന്നെ പറ്റി എന്റെ സ്വന്തം തള്ളയാടോ. അയ്യോ, സോറി സാറേ, അറിയില്ലായിരുന്നതാ. സാരില്ലട്ടാ. വേനച്ചോ? അയ്യോ, ഇല്ല സാർ. ഇല്ലേ? ഇപ്പൊ കുറച്ച് വേന എടുക്കുന്നുണ്ട്. നല്ല കുട്ടി. அங்கேயும் இந்த கரை வேஷ்டி கணக்கு இருக்கா?
ஓஹோ கலர் கூட இருக்கு போல. கரவேஸ் இங்கே டிஎம்கேல ஒரு கலர் போடுவாங்க, அது கம்யூனிஸ்டோட இது நினைக்கிறேன். இப்போ என்எஸ்பி என்ன பார்ட்டி, என்ன பொலிட்டிக்கல் ஐடியாலஜி? വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു ക്ലാസ് ആണല്ലേ. ഇണ്ടിക്ക് തൽക്കാലം ഇറങ്ങി അത് ഓടിക്കാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ചെക്കനെ കൂടെ പറഞ്ഞു വിടണേ, കൂടെ ഒരു 50 റുപ്യ. കാശ് തന്നെ വേണ്ട റൗത്തരെ, പൊളിറ്റിക്സ് അല്ലേ വീട്ടിൽ നിന്ന് കൊണ്ട് ചെലവാക്കാൻ പറ്റൂ. ബാറൊക്കെ ഉണ്ടായിരുന്നപ്പോ ഇത്രക്ക് ടൈറ്റ് വന്നിട്ടില്ലെന്ന്. ഇതിപ്പോ കുരങ്ങൻ ആ പൂരിതലായി പോയി. ഇത് ഉറപ്പിക്കാനൊന്നുമില്ല, ബൈ ഇലക്ഷന് രാമനുണ്ണി തന്നെ. രാമനുണ്ണി സാർ തന്നെയാണ് NSPയുടെ കാൻഡിഡേറ്റ്. അതൊക്കെ പറയേണ്ടവര് പറയേണ്ടപ്പോ പറഞ്ഞോളൂ. താൻ കണ്ണുമുട്ടി കാശ് ഇറക്കുക റൗത്തരെ. എന്താണ്? ജയ് ഹിന്ദ്. നമസ്കാരം, ഞാൻ TC തോമസ് ചാക്കോ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാ. 9 അയ്യോ അതല്ല, 9 ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിലൊരാ. ഓ, സാഗർ സാറ് ഡെപ്യൂട്ടി ഇതാണ്. ഈ NSPയുടെ രീതികളൊക്കെ സാറിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പാപ്പാന്റെ റോളാണ് എനിക്ക്. സാറ് അനുസരണക്കേടൊന്നും കാണിക്കല്ലേ. TC, ഓ, നമുക്ക് ഈ സാറ് വിളി അങ്ങോട്ട് ഒഴിവാക്കാം. ഈ പാർട്ടിലെ സാറേ വിളിയൊക്കെ ആപേക്ഷിക്കുകയാണ് സാറേ. മേളിലേക്ക് വന്ന അല്ലെങ്കിൽ വരാനുള്ളൊരു സാധ്യത തെളിഞ്ഞ അപ്പൊ തുടങ്ങും സാറേ വിളി. അല്ലെങ്കിൽ പിന്നെ ഈ മോനെ കൂട്ടാ പൊട്ടാന്നൊക്കെ ആയിരിക്കും. അപ്പോ സാറേ അളവൊക്കെ ഓക്കെ അല്ലേ? എന്നാ ഞാൻ പോട്ടെ. ഓ, സാറേ കഥ പറ. അത് എന്താ സാറേ, ഇതൊക്കെ വേണോ? വേണം. മജുനോടൊന്ന് വിളിക്കാൻ പറ. ഓ, നല്ല ഐശ്വര്യമായിട്ടുണ്ട്. പാഠം 1, എക്സ്പെരി ലൈറ്റ് ഉണ്ട്. മനസ്സിലില്ലാത്തത് മുഖത്ത് വേണം, മനസ്സിലുള്ളത് മുഖത്ത് വരാനേ പാടില്ല. ഐ എം ക്യൂരിയസ്, NSPയുടെ പൊളിറ്റിക്കൽ ഐഡിയാലജി എന്താണെന്ന് தெரியுമോ? എത്ര മണിക്കാ കോർ കമ്മിറ്റി മീറ്റിംഗ്? മീറ്റിംഗ് 10 മണിക്കാണ്, പക്ഷെ സാറ് 10:30 എത്താവും. പ്രസക്തി കൂടും. പാഠം 2 അല്ലേ? കറക്റ്റ്. എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. സുശീലം വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. അടി. കമ്മ്യൂണിസം. ഈ കോർ കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രം. സാഗർ സാർ എടുക്കുന്ന തീരുമാനമാണ് തീരുമാനം. ഉദയഭാനുവിനെ ഒന്ന് ഒതുക്കുക എന്നുള്ളതും സാഗർ സാറിന്റെ ഒരു അജണ്ടയാ. എന്താ നിന്റെ പേര്? പുഷ്പൻ. നീ റാവത്തോട് എത്ര നാളായി? ഒരു மூணுல இருப்பாங்க இந்த மாதிரி கார் டிரைவர்ஸ், வீட்டு வேலைக்காரங்க. നിനക്ക് രാഷ്ട്രീയം வீட்டு வேலைக்காரங்களா இருக்காங்கல்ல, அவங்க எல்லாம் வந்து வேற பார்ட்டிக்கெல்லாம் இன்ஃபர்மேஷன் கொடுப்பாங்க. നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കണം കേട്ടോ. அதனால உஷாரா இருக்கணும் இவங்களுக்கு. എന്തൊരു കോമഡിയാന്ന് നോക്കി. കഴിഞ്ഞ ഇലക്ഷന് രാമനുണ്ണിയോട് തോറ്റ ഉദയഭാനു ഈ ബൈ ഇലക്ഷന് രാമനുണ്ണിക്ക് വേണ്ടി വോട്ട് പിടിക്കും. എന്തല്ലേ നന്നായി. അത് നാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. നേരെ നോക്കി ഓടിക്കും. ഉപതെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ആലോചന മാത്രമാണിത്. പാലക്കാട്ട് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഉദയഭാനു ആദ്യം സംസാരിക്കട്ടെ. ഇത് ഞാനൊരു അലങ്കാരത്തിന് കൊണ്ട് നടക്കണതല്ല. ജില്ലയിൽ പാർട്ടി പിടിച്ചു നിർത്താൻ ഞാൻ നടത്തിയ ദുർനടപ്പിന് എനിക്ക് കിട്ടിയ സമ്മാന. ഉടുക്കണ വെള്ളയില് ചളിയും ചോരയും പൊരുളാണ്ട് നോക്കണ നിങ്ങളുടെ ഒന്നും അഹിംസ ഉണ്ടല്ല. ജീവൻ പോലും നോക്കാണ്ട് നേർക്ക് നേരെ അടിച്ചു നിന്നിട്ടാ ഈ ഉദയഭാനു ജില്ലയിൽ പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി. കാശും കള്ളും കൊടുത്ത് ആളെ വിട്ട് ചെയ്യിച്ചിട്ടില്ല, ഒന്നും നേർക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഈ കൈകൊണ്ട് കേട്ടാ പേടിക്കണ പലതും. എന്റെ ഒരു കാല് പോയപ്പോ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞ ഒരു പലരും ഉണ്ട് ഇവിടെ. പക്ഷെ അത് എന്റെ തല പോകാഞ്ഞതിലുള്ള സങ്കടം കൊണ്ടായിരുന്നു എന്ന് പിന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു മതില് ബുക്ക് ചെയ്യാനോ പോസ്റ്റർ ഒട്ടിക്കാനോ, എന്തിന് റോട്ടുമൽ ഇറങ്ങി നിന്ന് 2 വാക്ക് സംസാരിക്കാനോ പോലും 2 ലക്ഷം പേരെ നിരത്തി നിർത്തി ജില്ലാ സമ്മേളനം നടത്താവുന്ന ഒരു ലെവലിലേക്ക് ഞാനിതെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത്. ഊരിയോനെ ചുമന്ന ചുമന്നോന് നാറുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നെ കൊണ്ട് ഈ രാമനുണ്ണിയെ ചൊമ്പിക്കാനുള്ള ബുദ്ധി ഈടെ ആരുടെ ആണെങ്കിലും പ്രസിഡന്റ്, ഞാൻ പറയാ അത് വെറുതെ. നമസ്കാരം സഖാവേ. അയ്യോ ക്ഷമിക്കണം, കേടിന്റെ പ്രശ്നം ഇനി ഉണ്ടാവില്ല. ഉറപ്പ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. காந்திஜி இருக்காரு. കഴിഞ്ഞ തവണ அந்த flag വെറും 1400 വോട്ടിനാണ് ഞാൻ ഈ സഖാവ് രാമനുണ്ണിയോട് തോറ്റത്. ഇത്തവണ CDP ആരെ നിർത്തിയാൽ മിനിമം 10,000 വോട്ടിനെങ്കിലും ഞാൻ ജയിക്കും എന്നുള്ളത് ഉറപ്പാ. ഭാനുന്റെ യോഗ്യതയല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചർച്ച മാത്രമാണ്. കാളപ്രസിഡന്റ്, ചർച്ച എന്ത് ഇമേജാണ് ഈ രാമനുണ്ണിക്ക് മണ്ഡലത്തിലുള്ളത്? വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വക്കീലാക്കി MLA ആക്കിയ പാർട്ടിയെ തന്നെ ചതിച്ചാളാ. ഓരോ തന്നെ അമ്മന്റെ ഭാഷയിൽ പറഞ്ഞാല് വർഗവഞ്ചകൻ. നിന്നാ പച്ച തൊടുവോ? പിന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ തള്ളവരലുമ്മ കുത്തി നിന്ന് ഈ രാമനുണ്ണിക്കെതിരെ വർക്ക് ചെയ്ത പ്രവർത്തകരോട് ഇതൊക്കെ രാഷ്ട്രീയല്ലടോ, എല്ലാം മറന്നുകളാന്നുള്ള ഒലക്കമ്മലത്തെ ന്യായം പറയാൻ നിങ്ങൾക്ക് പറ്റും, എനിക്ക് പറ്റൂല. പ്രാക്ടിക്കലா அது நடக்கும் நிறைய இடத்துல. നമ്മുടെ ഭാനു സാറിന്റെ സങ്കടം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലുണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കഞ്ഞിയിലാണ്ടിരിക്കുമ്പോൾ വന്നു കയറിയവന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചാൽ ആർക്കായാലും സങ്കടം ഉണ്ടാവും, അതിൽ തർക്കമില്ല. പക്ഷെ സാർ,
ഞാൻ ബിരിയാണി ചോദിച്ചിട്ടുമില്ല, എനിക്ക് തരാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതാണ്. ഞാനിവിടെ ഒരു അഭയാർത്ഥിയല്ല. സംസാരിക്കുമ്പോൾ ആ പരിഗണന എനിക്ക് കിട്ടണം. ഇനി ഞാൻ CDP ചതിച്ച കഥ. ഞാൻ പഠിച്ചത് ഒരു സർക്കാർ മലയാളം മീഡിയം സ്കൂളിലാണ്. എന്റെ അമ്മ ബീഡി നിർത്തി കിട്ടിയ കാശിന്ന് പാർട്ടിയുടെ ലെവിയും അടച്ച് മിച്ചം വന്ന കാശ് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. വക്കീലായി എൻറോൾ ചെയ്യാൻ കോട്ടും ഗൗണും ഒക്കെ വാങ്ങിച്ചത് ബീഡി തൊഴിലാളി സഹകരണ സംഘത്തിൽ നിന്ന് എന്റെ അമ്മ ലോൺ എടുത്ത 10,000 രൂപ കൊണ്ടാ. പിന്നെ പാർട്ടി മത്സരിക്കാൻ സീറ്റ് തന്നത് അതെന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആണ്ടുതോറും സഖാവ് രാഘവൻ രക്തസാക്ഷി ദിനം കൊണ്ടാടുന്ന മണ്ണില് ആ രക്തസാക്ഷിയുടെ മകന് മറ്റാരേക്കാളും വിജയ സാധ്യത ഉള്ളതുകൊണ്ടാണ്. മണ്ഡലത്തിലെ ആ വികാരമാണ് ബാനിസാറിന് 1400 വോട്ടിനെ തോൽപ്പിച്ചതും എന്നെ ജയിപ്പിച്ചതും. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ബാനിസാറിന് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാ ബാനിസാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്റെ അച്ഛൻ CDPയുടെ രക്തസാക്ഷിയായത് ഈ പാർട്ടിയിലെ ആളുകളുടെ കൈകൊണ്ടാണ്. എന്നിട്ടും ഈ പാർട്ടിയിലെ കതറിട്ടെന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ലാത്തത് ഇത് ഇന്നത്തെ രാഷ്ട്രീയമാണ്. അതിലൊരു തെറ്റൂല എന്നുള്ള എന്റെ വിശ്വാസമാണ്. ജയ് ഹിന്ദ്. ഇതിന്റെ പാർട്ടിയാ? മതി. ഉദയഭാനു തീരുമാനമൊന്നും എടുത്തില്ലല്ലോ. തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ നിങ്ങൾ മീറ്റിംഗ് തുടങ്ങിയത്. കൈയടിക്കാൻ കൂടുന്നില്ല എന്നേ ഉള്ളൂ. ശരി സാർ. ശരി ശരി. പ്രകടനം അങ്ങനെ നന്നായിരുന്നു. തന്റെ കോച്ചിങ് ആയിരുന്നല്ലേ സാർ? ഒരു കാര്യം ഏൽപ്പിച്ചാ ഞാനത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാവും. തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി ഈ പുറത്ത് പ്രസംഗിക്കുമ്പോഴും പാർട്ടി യോഗങ്ങളിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. മലയാളം മീഡിയം സ്കൂള്, തന്റെ അമ്മയുടെ വീട് തെറുപ്പ്, അത് കുറച്ചുകൂടെ സഭ്യമാക്കി പറയാം. കേട്ടിട്ട് തെറി പറയാണോ എന്നൊരു തോന്നുന്നു. അപ്പൊ തന്റെ അമ്മയുടെ ജോലിയായ വീട് തെറുപ്പ്, സഹകരണ സംഘത്തിന്റെ വായ്പ, ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഇമോഷണൽ ആവാം. കണ്ണൊക്കെ നിറയണം. പൊട്ടിക്കരഞ്ഞു. വെരി ഗുഡ്, നന്നായി. എന്തും നമുക്ക് ഓട്ടാക്കണം. എന്തും നെഞ്ചത്തടിച്ച് കരയണം. വേണ്ട, നാട്ടുകാരെ ചിരിപ്പിക്കാനല്ലോ നമ്മുടെ ഉദ്ദേശം. വാ, കുറെ കാര്യങ്ങളുണ്ട്. വാ. யாரும் கூட கலக்கலா தான் இருக்கு. പോയി നോക്ക്. മാധവൻ സാറല്ലേ? അച്ഛാ, യു വൺ കേറി വന്നോളൂ. ഞാൻ എനിക്കൊരു കുപ്പി വോഡ്കയും കൊണ്ടാ വന്നിരിക്കുന്നത്. അയ്യോ സോറി, അറിയില്ലായിരുന്നു. വാങ്ങിപ്പിക്കാം. ഏയ്, നിങ്ങളിപ്പോ വന്നതുകൊണ്ട് അച്ഛനൊരു കുപ്പി വോഡ്ക കിട്ടിയെന്നാ ഉദ്ദേശിച്ചത്. ഒരു ബെറ്റ്. കോളംനിസ്റ്റ് ആണല്ലോ, ആലങ്കാരികമായി പറഞ്ഞതാ. ഒരാഴ്ച മുമ്പാ താൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ. ഇന്ന് രാത്രി 8 മണിയായിരുന്നു ഡെഡ് ലൈൻ. അതിനു മുമ്പ് താൻ എത്തി. നോക്ക്. എനിക്കൊരു കുപ്പി വോഡ്ക നഷ്ടം. നോക്കുന്ന ഒരു കൈ ഏതാ? സിൽവർ. അല്ല സാർ എന്ന് മുതൽ തുടങ്ങി അതീന്ദ്രിയം പ്രാക്ടീസ് ചെയ്യാൻ? എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കൊല്ലം 18ആയി. അതിനുശേഷം അവരൊക്കെ പുറത്തായി ഒരാഴ്ചക്കുള്ളിൽ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. പോരെ അതീന്ദ്രിയത്തിന്റെ കുട്ടൻസ്. ആ പട്ടികയിൽ എന്നെ പെടുത്തണ്ട സാർ. ഒരേ തൂവൽ പക്ഷി എന്ന നിലയ്ക്ക് വന്നതല്ല. ഒരുപാട് വായനക്കാരുള്ള കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെ അല്ലേ സാർ? സഹായം തേടി വന്നതാ. എഴുതുമ്പോ തടുക്കാൻ പറ്റുന്ന അടി എനിക്ക് തരാവൂ. അടിയോ? എന്തായിരുന്നു ഈ പുറത്താക്കാനും മാത്രമുള്ള ഇഷ്യൂ? ആശയപരം അല്ല, കായികപരം. എന്ത് പാർട്ടി നയമായാലും ആ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. അതിനുവേണ്ടി കൈപോക്കാനാണ് നിന്നെ അങ്ങോട്ട് വിട്ടത്. നിന്റെ തെറ്റിന് ശരിക്കും ഒപ്പം നീ നിന്റെ വീട്ടിൽ കയറി കൈപോക്കാ മതി. ഈ ജില്ലയിൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് വണ്ടി ഇടിച്ച് മരിക്കുന്ന പോലെയാ. നോക്കിയും കണ്ടും നടന്നില്ല പറ്റുന്ന ഒരു അപകടം. അതിന് പാർട്ടി കൊടുക്കുന്ന ഒരു കോമ്പൻസേഷനും വായനശാലയ്ക്കോ സമ്മേളന പന്തലിനോ ഒക്കെ രക്തസാക്ഷിന്റെ പേരിടും. നിനക്ക് കിട്ടിയ കോമ്പൻസേഷൻ ഒരുപാട് വലുതാ, അസംബ്ലി സീറ്റ്. അതുകൊണ്ട് കൂടുതൽ സിദ്ധാന്തം ഒന്നും ഇങ്ങോട്ട് സപ്ലൈ ചെയ്യണ്ട. സിദ്ധാന്തത്തിന്റെ ശീലക്കേട് കുറച്ചുണ്ടായിരുന്നു നിന്റെ അച്ഛന്. ഉൾപാർട്ടി സമരം ഇരുട്ടത്താരുടെയോ കത്തിക്ക് തീർന്നുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ല. പാർട്ടിയിൽ ഇപ്പൊ റേഷനാ. ഒരു രക്തസാക്ഷി മതി. நான் சொல்ல வந்தது பார்ட்டியில லீடர்ஷிப் என்ன சொல்றாங்களோ அதை கேட்கறது தான் ஒரு ட்ரூ ஃபாலோவர். அவங்க அப்பவே போட்டு தள்ളിட்டாണ് போல. ഇതിപ്പോ ചവിട്ടാനും മാത്രമൊക്കെ ഉണ്ടോ? ഒരു നിമിഷം കയ്യിന്ന് പോയി. കട്ടൻ താല്പര്യമില്ലെങ്കിൽ ദ്രാവകൻ റെഡി. അത് കലക്കും. കഴിക്കൂ? ഇല്ല, ഇതുവരെ ഇല്ല. എന്നാ പിന്നെ ഇനിയാവാം. ഞാനും ഈ പുറത്താക്കിയതിന് ശേഷമാണ് തുടങ്ങിയത്. അത് ഈ ഡിപ്രഷൻ കൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ അടുപ്പക്കാരൊക്കെ പാർട്ടിക്കാരായതുകൊണ്ട് പുറത്താക്കിയപ്പോ ഞാൻ ശരിക്കും ഒരു യത്തീംഖാന ബ്രാൻഡ് അനാഥനായി. മിണ്ടാനും പറയാനൊന്നും. ഈ പാർട്ടി കമ്മിറ്റി മിനിറ്റ്സ് മാത്രം എഴുതി ശീലമുള്ള എന്നെ കൊണ്ടൊരു കോളം എഴുതിക്കാൻ തയ്യാറായി. മറ്റേ തള്ളപ്പത്രമേ വേണ്ടി വന്ന എഴുത്തച്ഛനാക്കുന്നായിരുന്നു അവരുടെ വാശി. ഈ ബൂർഷ്വാ സെറ്റപ്പ് ഒന്നും എന്റെ വകയല്ല, ഇവളുടെ സമ്പാദ്യമാണ്. പ്രായം കൂടി കൂടി വരിക. വിവാഹ വിരോധി, പുരുഷ വിരോധി. ഭാഗ്യം. തനിക്കറിയാവും, പുറത്താക്കിയപ്പോ എന്നെ വിളിച്ചത് NSPയിലേക്ക്.
പക്ഷേ സ്വന്തം തന്തയെക്കുറിച്ച് അഭിമാനം ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. ആ எத்தனை நைஸாயிட்ட சார்ன்ற விழிச்சது அதுக்கு அர்த்தம் புரிஞ்சுதா? எங்க அப்பா மேல மதிப்பு இருந்ததுனால நான் என்ன போல, ஆனா நீ പോയിട്ട് அப்படிங்கிறது അറിയാമല്ല. പക്ഷെ കുറച്ച് നാളത്തേക്ക് എല്ലാം ഒന്ന് നോർമൽ ആവണവരെ എനിക്ക് ചവിട്ടി നിൽക്കാൻ ഒരിടം വേണം. അതാണ് NSP. ഹലോ. റെഡിയാണ്. 1-2 ചെറിയ കറക്ഷൻസ് ഞാനൊന്ന് ശരിയാക്കിയിട്ട് ഇപ്പൊ തന്നെ മെയിൽ ചെയ്യാം. മിനിറ്റ്. നാളേക്കുള്ള കോളമാണ്. ഐക്യരയും രാമനുണ്ണിയൊക്കെയാണ് വിഷയം. രാമനുണ്ണിയുടെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് ഈ കറക്ഷൻസ്. ഭാഗ്യം. ചോദിച്ചില്ല. പേരല്ലേ ഹെലന. എന്ത് ചെയ്യണു? പക്ഷേ കെട്ടിടം കെട്ടലല്ല. പിന്നെ അത് കണ്ടോ, ചാനൽ റിയാലിറ്റി ഷോകൾക്കുള്ള ഫ്ലോ ഡിസൈനിങ്, ഹാർട്ട് ഡയറക്ഷൻ. എന്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് അധികം നിലനിൽപ്പുണ്ടായില്ല. அதனாலதான் கேரம் போர்டுல கலர்ஃபுல்லா இருந்துச்சு. സോറി, വെള്ളം വിചാരിച്ചു. രുചിച്ചു പോയില്ലേ? അങ്ങ് ഫിനിഷ് ചെയ്തേക്ക്. വേണ്ട, വെളിവും ബോധമൊക്കെ കുറച്ച് കൂടുതൽ വേണ്ട സമയാ. അതുകൊണ്ട് പല ചാനലുകളായി ആർട്ട് ഡയറക്ടർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ഡയറക്ടർ, അവസാനം ഒരു ഹിന്ദി സിനിമ ആസ് ആൻ ആർട്ട് ഡയറക്ടർ. അതോടെ സിനിമയും നിർത്തി. ഇപ്പോ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങാനുള്ള ഓട്ടത്തിൽ. യെസ്, എ ഡിഫറെന്റ് അപ്രോച്ച്. ഒരു സംഭവമാണ്. അല്ല, പരസ്പരം അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതൊന്ന് പ്രൊസീഡ് ചെയ്താലോ? തുടങ്ങി. ഒരച്ഛന്റെ രോദനമല്ലേ? ഹലോ, ഇത് എവിടേക്കാ മുങ്ങിയത്? വരുന്നില്ലേ? വേഗം വാ. തന്റെ നാട്ടുകാർക്ക് ഇവിടെ ഉണ്ട്. ഉദയഭാന സാറും അമ്പാടി മോഹനും സഹാക്കളും ഒക്കെ ഉണ്ട്. ശരി. ഒരു സിപ്പിക്കേവാ. അയ്യോ, നമ്മുടെ രാമനുള്ളി അല്ലേ ഇത്? അയ്യോ, ദാ വെള്ളം അടിച്ച്. അയ്യോ, ദാ സിഗരറ്റ് മരിക്കുന്നു. സാറേ നിക്കണോ പോണോ? എവിടെയെങ്കിലും പോടോ, എന്നിട്ട് രാവിലെ വരണം. இல்ல வேணும் நடிக்கிறாரு நினைக்கிறேன். തീപ്പെട്ടി എടുക്കാൻ போயிருக்காரு இவரு. எந்த பார்ட்டி ஆபீஸ்? സഹാവേൻ കൂപ്പറാரு. ഹലോ രാജേന്ദ്ര സഖാവേ, രാമനുണ്ണി വെള്ളം അടിച്ച് ലിക്ക് ഇട്ട് നമ്മുടെ മുമ്പിൽ വന്ന് ചാടി. ரெக்கார்ட் பண்ண ஆரம்பிச்சாங்க. ഒരു സ്ഥലത്ത് നിൽക്കണല്ലോ. ஆரம்பிச்சிட்டாரு. இவர் பழக்கத்தை வச்சுட்டு இன்னொரு ஆபீஸ் போயிட்டாருன்னு நினைக்கிறேன்டா. அதான் பழைய ஆபீஸ் தான் போயிட்டாரு நினைக்கிறேன். അവിടെ കിടക്കട്ടെ. ഞാനെന്റെ സെൽഫി എടുക്കേ. തനിക്കെന്താ? സെൽഫി വേണമെങ്കിൽ മനുഷ്യൻ സെൽഫി എടുക്കലാണോ? താൻ ആടിയടി പോക്കടൂ. അങ്ങനെ അമ്മൂമ്മയുടെ സെൽഫി அதான் ഡിലീറ്റ് ചെയ്യടാ. എന്നോട് പറഞ്ഞ ഡിലീറ്റ് ചെയ്യാൻ. அவங்க ஆபீஸ் தான். എന്താ കാണിക്കുന്നേ? ഇവന്റെ മൊബൈൽ വാങ്ങിച്ചിട്ട് അതിലുള്ള വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത. നിന്റെ അമ്പാടി മോഹന്റെ നെറ്റിയിലും ചൂണ്ടും ഞാൻ ഒരു ദിവസം. പക്ഷെ അത് പൊട്ടിക്കാനായിരിക്കും കേട്ടോ. നമുക്ക് ഈ രാജ്യത്ത് റൂമില്ലേടോ? പിന്നെ അതല്ല നമ്മുടെ റൂം. വാ നാടോ. എന്താ ഇത്? പിടിക്കുകയും ചെയ്യരുത് കേട്ടോ. വളരെ നോർമൽ. നമ്മളെ വിളിച്ചു பார்ட்டி ஆபீஸ்ல தங்கறமா? വിളിക്കുമല്ലോ. അവന്മാർ ഈ പാർട്ടി ചാനലുകാരെ മാത്രമല്ലേ വിളിക്കൂ. എക്സ്ക്ലൂസീവ് അതുപോരാ. അത് മാത്രമായി ആളുകൾ വിശ്വസിക്കൂല. ഈ വിളിക്കടോ, എല്ലാരും വരട്ടെ. നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മാത്രം മതി. പറയാനുള്ളതൊക്കെ സഖാക്കന്മാര് പറഞ്ഞോളൂ. ഈ വിളിക്ക്. മീഡിയ വിളിക്കട്ടെ സഖാവേ? വേണ്ട, അടിച്ചാ ചാവണം. ചതച്ചിട്ട് കാര്യമില്ല. അല്ല സഖാവേ, തോക്ക് ചൂണ്ടിയതൊരു സംഭവമല്ലേ? തെളിവൊന്നുമില്ലല്ലോ, ഒരു തുള്ളി ബോധമില്ല, ഭയങ്കര ഫിറ്റാ. അതവന്റെ അടവാ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ. വിട്ടക്ക് അവന് പിടികൊടുക്കണ്ട. ഈ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്. കതറിട്ട് നടക്കുമ്പോ അതിന്റെ വിശുദ്ധി ഒന്ന് മാനിക്കണം. വെറുതെ കള്ളും കുടിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുക അപ്പുറത്ത് ഇപ്പുറത്തുള്ള നാറുകള്. ഭാഗ്യത്തിന് വേറെ ആരും കണ്ടില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. മീഡിയക്കാരുടെ മേളമായിരിക്കും. ഒരാളുടെ നേരെ തോക്ക് ചൂണ്ടെന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത ഒഫൻസാ. ഇനി ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ ഒരു തുള്ളി കൈ കൊണ്ട് തൊട്ട എന്റെ ശരിക്കുള്ള സ്വഭാവം ആയിരിക്കട്ടോ പറഞ്ഞേക്കാം. തന്റെ അരയിലെന്താ തോക്ക്? അത് ലെഫ്റ്റിലല്ലേ റൈറ്റില്? റൈറ്റ് സൈഡിലൊന്നുമില്ല. വിശുദ്ധി. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാ അടിക്കുമ്പോ കുറച്ച് ഒതുക്കത്തിലടിക്കണം, അത്രേ ഉള്ളൂ. കഷ്ടം, നാണമില്ലടോ. ആക്ടിങ് ആയിരുന്നല്ലേ? ഇതുകൊണ്ട് ബാത്റൂമിൽ വെച്ചിട്ട് പോയി വാലോക്ക്. മീഡിയക്കാരാ. அவங்க சொன்னான்னு கேட்காம பண்ணிட்டாங்க. இப்ப இவருதான் பிஆர் ஆகி போச்சு. എന്താ രാമനുണ്ണി വിളിക്കാം സാർ. മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു. വരുന്നു. അയ്യോ, നാളെ പോയിട്ട് പറ്റില്ല. ചാനലിൽ ഒരു ടോക്ക് ഷോ ഉണ്ട്. ഞാനും അമ്പാടി മോനും തമ്മിലാ. ഓളൊക്കെയാണ് മോഡറേറ്റർ. അയ്യോ, അത് പറയാം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കും. അല്ല,
എന്താ എല്ലാരും കൂടി ഈ നേരത്ത്? ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്. രാമനുണ്ണി മദ്യപിച്ച് ലക്ക് ഇട്ട് ഒരു CDP പ്രവർത്തകന്റെ നേരെ തൂക്കി ചൂണ്ടിയെന്ന്. മദ്യപിച്ച് കുറച്ചു മുമ്പ് ലെക്ക് കിട്ടുന്നു. എന്താണ് ഇതൊക്കെ? എന്താണാവോ ഈ ബ്രത്ത് അനലൈസർ ഉണ്ടോ? പോലീസുകാർ ഊതിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനെ ടു ടു എന്ന് ആ അത് തന്നെ. അല്ലെങ്കിൽ വേണ്ട. ഞാൻ മദ്യപിച്ചുണ്ടോ? അപ്പൊ അത് തീർന്നു. അടുത്തത് തോക്ക് ചൂണ്ടി. ഞാൻ ആരുടെ നേരെ തോക്ക് ചൂണ്ടി എന്നാണ് പറയുന്നത്? ഞാൻ കേറി വരുമ്പോ ആ CDP പ്രവർത്തകരാണ് അവിടെ നിന്നിരുന്നത്. സഖാക്കളെ, ഞാൻ നിങ്ങളുടെ നേരെ തോക്കോ അതുപോലത്തെ എന്തെങ്കിലും സാധനം ചൂണ്ടിയായിരുന്നോ? അയ്യോ ഇല്ല. കേട്ടല്ലോ. ഇല്ല. ഇൻഫോമർ ആരായിരുന്നു? അതൊരു അനോണിമസ് കോളായിരുന്നു. അപ്പൊ നമ്പർ കാണുമല്ലോ, ഒന്ന് തിരിച്ചു വിളിച്ചേ. റൈറ്റ്. മിക്ക ചാനലുകാരുണ്ട്, ഒരു ടെൻഷനും വേണ്ട. അതെ, ഒരു സെക്കൻഡ് കോളേ. ഹലോ ഹലോ, അനോണിമസ് അല്ലേ? അനോണിമസ്? ആരുടെ അനോണിമസ്? കാർത്തികൻ சொல்லி கேட்காம பண்ணிட்டான். ഉദയഭാനു സാറിന്റെ സഹായി. ഇതിൽ ഉദയഭാനു സാറിന് പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഹേയ്, ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഭാനു സാർ അങ്ങനെ തോന്നണില്ല. എന്തായാലും അദ്ദേഹം അടുത്ത റൂമിലുണ്ടല്ലോ, നേരെ പോയി ചോദിച്ചോളൂ. എന്തായാലും ശരിയെന്നാ, ചെന്നോ, എല്ലാവരും അപ്പുറത്തോടെ ചെന്നോ, ചെന്ന് ചോദിച്ചോളൂ. ശരി, നീ ട്രിക്ക്. സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. എന്ത് മനസ്സിലായി? ഭാനു സാറിന് ഒരു ചീത്തപ്പേര് ഉറപ്പായി. അതെന്ത് പോടാ. അമ്പാടി മോനൻ മുന്നിന്നെ വിട്ടു, ഭാനു പിന്നിന്നെ വിട്ടു. TC, എന്റെ പിന്നിലെ കണ്ണ് ഇനി താനാ. ഗുരുവേ, ഇനി ഞാനാണ് ശിഷ്യ. ഇവന്മാരെയൊക്കെ വിറ്റ കാശ് പോക്കറ്റിലുണ്ടല്ലേ? പോക്കറ്റിലും ഉണ്ട്, കുറച്ച് ബാങ്കിലും ഉണ്ട്. എടോ, നമുക്ക് ഓരോന്നൊഴിച്ചാലോ? നമ്മൾ അപ്പൊ ഇനി മൊത്തത്തിൽ മാറുകയാണല്ലേ? ഒളിക്കും ഞാനിനി. ഹലോ സാർ, എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് കേസ് കേൾക്കില്ലേ? സാർ, ആ ബോംബെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് നമ്മുടെ കേസിൽ സ്ക്വയർലി ആപ്ലിക്കബിൾ ആണ്. അതെ സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. Widely applicable. Oh, last student. ஆமா, அட்வொகேட்ல வரும். அம்மா பீடி உருட்டின காசுல அசோசியேஷன் லோன் எடுத்து படிச்சாங்க. അവിടെ ഇരിക്കണം. എണീക്കണ്ടേ? ഹായ് സർ, വരൂ. ഓ, അയ്യോ, എന്നെ കൊല്ലില്ലേ. വെറുതെ ചുമ്മാ. എന്നാൽ നിലവിൽ രാമനുണ്ണിക്ക് പോലീസ് സംരക്ഷണം ഉള്ളതിനാൽ പ്രധാന വിധി ശക്തമായ പോലീസ് സംരക്ഷണത്തിലും സിൽവ വേഴ്സസ് വിക്രം കുമാർ എന്ന കേസിലെ വിധിന്യായം തന്റെ കാര്യം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഔരാപനം ഉണ്ടായത്. NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണ് ഏറ്റവും ശക്തനായ എതിരാളിയായി. ഗസ്റ്റ് റൂമിലെ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ആണോ? ഞാൻ ചെക്ക് ചെയ്യാൻ പറയാം. താമസമില്ലല്ലോ അല്ലേ? ഒരു മിനിറ്റ് രാജേഷ്, ഗസ്റ്റ് റൂമിൽ CCTV ക്യാമറ വർക്ക് ചെയ്യുന്നില്ലെന്ന്. എന്താ അവിടെ? വീട്ടിലെ ചോരമ്മൽ ഇനി സ്ഥലം ഉണ്ടല്ലോ, ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്ക് നിന്റെ അമ്മയ്ക്ക് വേണ്ടി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ ഒരു ബിറ്റ് നെറ്റിലോ മൊബൈലിലോ വന്നാൽ அதனால CCTV ஆஃப் பண்ணிருக்காங்க. വേണ്ടെന്ന് പറഞ്ഞു. എന്താ രാമനുണ്ണി പ്രശ്നം? ഒന്നുമില്ല, ചെറിയൊരു കുടുംബ വഴക്ക്. മോഹൻലാലിലേക്ക് വേണ്ട, നമുക്ക് രാമനുണ്ണി വെച്ച് പ്രോഗ്രാം ചെയ്യാം. ഇനി അത് വേണ്ട. എനിക്ക് പറയാനുള്ളത് ആദ്യം ഞാൻ എന്റെ നാട്ടുകാരോട് നേരിട്ട് പറയാം, എന്നിട്ട് വരാം. TC, വാ. അകത്ത് എന്താ ഉണ്ടായേ? അത് നീ അറിയാറാകുമ്പോ പറയാം. ഇപ്പൊ നീ എന്റെ പ്രോഗ്രാംസ് നോട്ടി. ആയിക്കരയിലെ ബുധനാഴ്ച എന്റെ ഫസ്റ്റ് പബ്ലിക് മീറ്റിംഗ് വിത്ത് സ്ട്രോങ് പോലീസ് പ്രൊട്ടക്ഷൻ. സ്റ്റേജിൽ ഞാനും താനും ഉദയഭാനും മാത്രം. അല്ല, ഭാനു സാറ്? ഉദയഭാനു വരും. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ എന്റെ വീട്ടിലേക്ക്. അമ്മ കേറ്റു? എന്റെ അമ്മയാണ്. അതൊക്കെ അല്ല, CDP-ക്കാര് വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ? ഈ പാർട്ടിക്കുള്ള ആൾക്കാരെ അതുണ്ട്. അല്ല, ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാല് അതൊക്കെ നോക്കാനാണ് പോലീസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ സ്ട്രോങ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ മേല ഈ തൊലിഞ്ഞ സംശയം എടുത്തിടരുത്, മനസ്സിലായോ? Full transformation. ഇന്ന് വൈകിട്ട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെച്ചാണ് NSP സ്ഥാനാർത്ഥി CDP ഏറ്റവും ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനനായിരിക്കും പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. എലക്ഷനില് നമ്മ വലിപ്പിക്കുന്നുള്ളത് സാഗറിന് നന്നായിട്ട് അറിയാം. രാമനുണ്ണി തോറ്റാലും അയാൾക്കൊന്നുമില്ല, എന്നെ വെട്ടാനൊരു വാള്, അത്രേ ഉള്ളൂ അയാൾക്ക്. രാമനുണ്ണി വെറുതെ തോറ്റാ പോരാ, വെണ്ണീറാവണം. അതുകൊണ്ട് വേണം എനിക്ക് സാഗറിനെ ഗോപി തൊടി. നാളത്തെ സമ്മേളനം അപ്പോ നമ്മ ആളെ കൂട്ടിയില്ലെങ്കിലും നാളെ ആള് കൂടും. ഏതായാലും അനൗൺസ്മെന്റും പോസ്റ്ററും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ കൊഴുക്കട്ടെ. അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഗ്രൗണ്ടിൽ കൂട്ടത്തെ കുത്തി മുടിപ്പാണ്. ജനാധിപത്യ വിശ്വാസം അടിച്ചുകൊള്ളുന്നു. ഇന്ന് വൈകിട്ട് 5 മണി എതിരാളികളെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് നമ്മുടെ പുറത്തു പറയുന്ന നയം. അതുകൊണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഒറ്റ ഒരുത്തനും രാമനുണ്ണിക്ക് നേരെ ചീറാനോ തുപ്പാനോ തോണ്ടാനോ പാടില്ല.
പോളിംഗ് കഴിയുന്നത് വരെ. അണികൾ ചിലപ്പോൾ എമോഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അനുസരിക്കുന്ന പോലെ ചെയ്യണ്ടെന്ന് പറയുമ്പോഴും അനുസരിക്കണം. അതാണ് അണി. ഓന്റെ സമ്മേളനത്തിന് നമ്മുടെ ഒരാളും കച്ചറ ഉണ്ടാക്കരുത്. മനസ്സിലായോ? മനസ്സിലായോ? അല്ല സഖാവിന്റെ പേരെപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഓന്റെ സമ്മേളനം കഴിഞ്ഞിട്ട്. രാത്രി കൃത്യം 8 മണിക്ക് ചെമ്പാറ മൈതാനിയിലെ പടുകൂറ്റൻ സ്റ്റേഡിയത്തിൽ എന്നാടോ ഇതിന്റെ ഫൈനൽ? ഈ 16-ന് Match പോലെ football match. ലാസ്റ്റ് ദിവസം. അതെ, അപ്പൊ കളി കാണാം. നമ്മള് ഒന്ന് രാജിവെച്ച വേണ്ട, രാജിവെക്കണമെന്നൊന്നും മനസ്സിൽ വിചാരിച്ചാ മതി, ഉടനെ പിടിച്ച് പുറത്താക്കും. അതാണല്ലോ ഈ CDPന്റെ ഒരു രീതി. നിങ്ങൾക്കറിയാല, ഇപ്പൊ തന്നെ സ്വന്തം MLA സ്ഥാനം പോലും വോട്ടേ പുല്ലെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിറങ്ങി പോകുന്ന ആളാണ് ഈ രാമനുണ്ണി. എന്താ കാര്യം? CDPന്റെ വികലമായ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ ധീരത, ആ ആദർശശുദ്ധി, അതാണ് രാമനുണ്ണിയെ NSPക്ക് സ്വീകാര്യനാക്കിയത്. ഞാനിപ്പോ എന്തിനൊക്കെ കൂടുതൽ പറയുന്നത്? ഇനി രാമനുണ്ണി നിങ്ങളോട് സംസാരിക്കും. അടുത്തുള്ള അവരുവായാലും പ്രചാരം പണാച്ചു. പ്രിയപ്പെട്ട സഖാക്കളെ, അങ്ങനെ തുടങ്ങണതായിരുന്നു പതിവ്. അത് കാണാൻ ഇതിൽ കൂടുതൽ ആളുണ്ടാവുമെന്ന് ഞാൻ ശരിയല്ലേ? എനിക്കൊരു പേരിട്ടത് എന്റെ മുത്തച്ഛനാണ്, രാമനുണ്ണി. ഒരാഴ്ച മുമ്പ് TV ചാനലുകളുടെ മുമ്പിൽ നിന്ന് എന്റെ അമ്മ രണ്ടാമതൊരു പേരിടൽ കർമ്മം നടത്തി. പുതിയ പേര് വർഗവഞ്ചകൻ. ഇതിപ്പോ രാമൻ, കൃഷ്ണൻ, ബാബു, വർഗീസ്, മുഹമ്മദ്, ശശി, ഇതൊക്കെ ഒരാൾക്ക് മാത്രമുള്ള പേരാണോ? അല്ല. വർഗവഞ്ചകൻ എന്ന പേര് ഇതിനു മുമ്പും പാർട്ടിക്കാർ ഒരുപാട് പേർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി ഞാൻ വീട്ടിലെത്തുമ്പോ അമ്മ വിളിക്കും, മോനെ വർഗവഞ്ചക, കഞ്ഞികാലായി വന്ന് കുടിക്കുകയാണ്. അമ്മമാരെന്ത് വിളിച്ചാലും അത് കേൾക്കാൻ ഒരു സുഖം അല്ലേ? എന്താണ് ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം പുറത്ത് പറഞ്ഞ് പുകിലാക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ ഒന്നും ഈ പത്രക്കാരോട് പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ വർഗവഞ്ചകനായതുകൊണ്ട് പറയാലോ. പശുവിന്റെ അകട്ടില് ബ്ലേഡ് വെക്കാൻ നോക്കിയ കറവക്കാരനെ തല്ലണോ വേണ്ടോ? തല്ലണം, കാരണം നോക്കി തല്ലണം. വീടില്ലാത്ത 1000-ഓളം പാവങ്ങൾക്ക് പതിച്ചു കൊടുക്കാൻ 10 വർഷം മുമ്പ് സർക്കാർ ഏറ്റെടുത്ത 50 ഏക്കർ ഭൂമി ഒരു പ്രവാസി വ്യവസായിക്ക് വെറും ചായക്കാശിന് കൈമാറാൻ ഞാൻ എതിർത്തതാണ് ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം, അല്ലെങ്കിൽ വർഗവഞ്ചന. തിണ്ടിത്രം കാണിച്ച് അടി കൊടുക്കാതെ വിടരുതെന്ന് സഖാവ് രാഘവൻ പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷി രാഘവൻ, എന്റെ അച്ഛൻ. അതുകൊണ്ടാണ് കൊടുത്തത് ഘനത്തിൽ ഒരെണ്ണം അമ്പാടി മോന്റെ ചകിട്ടത്ത്. ഇവര് അടി വാങ്ങണത് മാക്സിമം സഹാക്കളെ കൂട്ടണം. പ്രകടനം വിടുന്ന പുറപ്പെടുന്നത് പ്ലാൻ പண்றாங்க. ഇവിടെ അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണോ ഭാര്യയെ? താൻ കിടന്നു, ഞാൻ വന്നോളാം. ഓക്കെ. നമ്മുടെ വീടിന്റെ മുമ്പില് പാർട്ടിക്കാരുണ്ടാവില്ലേ? പിന്നെ കുറച്ചു പേരുണ്ടാവും. ഭാനു സാർ വിചാരിക്കാതെ ഒരുപാട് പേരെ കിട്ടില്ല. പോലീസ് മുன்னாடியே பிளான் பண்ணி துபாய்க்கு வர வச்சுக்கிட்டுள்ள പകല് പോയാൽ മതിയായിരുന്നു. അല്ല, പേടിക്കാനൊന്നുമില്ല. പോലീസുകാർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ, മുമ്പിലുണ്ട് പുറകിലുണ്ട്, അതുകൊണ്ട് പേടിക്കണം. இதெல்லாம் கேஷுவலா அங்க பார்ட்டி வீட்டுக்கு முன்னாடி சேர்றது தெரியாதே. பப்ளிக் டே. നിക്ക്, ഒരു CDP ഏരിയ കമ്മിറ്റി മെമ്പറുടെ വീടല്ലേ? ആദ്യം ഞങ്ങൾ കയറി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് മതി. പ്രൊട്ടക്ഷൻ ഒക്കെ പുറത്തു മതി. അകത്തായാലും പുറത്തായാലും പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ജോലിയല്ലേ. സോറി. ഓ, അമ്മയുടെ അകട്ടില് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരൊറ്റ ഒരുത്തന് ഈ പടി ചവിട്ടി പോരുത്. കേറുവേടാ. ചെല്ല്. അപ്പൊ ശരി, രാവിലെ ഗസ്റ്റ് ഹൗസിൽ കാണാം. വേണ്ട, നാളെ നമുക്ക് ഒരുമിച്ച് ഗസ്റ്റ് ഹൗസിൽ പോവാം. இப்போ இவரி வீட்டுக்குள்ள போல. ഇന്ന് മാത്രമല്ല, ഇനി എന്നും. ടീസി വാ, ഒരു കഞ്ഞി കുടിക്കാൻ. കഞ്ഞി കുടിക്കാൻ തന്നെയാണോ? നമസ്കാരം. ഇവനെന്താടാ ഇവിടെ? ഞാൻ സെക്രട്ടറി ആണമ്മേ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി. സെക്രട്ടറി യൂത്ത് വിങ് ഒക്കെ പുറത്ത്. താങ്ക് യു അമ്മേ, താങ്ക് യു വെരി മച്ച്. ടീസി, താൻ പുറത്ത് വെയിറ്റ് ചെയ്യ്, പറഞ്ഞിട്ട് പോവാം. കൊടുവിയേ. എന്നാ വേണ്ട, നല്ല വിശപ്പുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ പ്രസംഗം TVയിൽ അമ്മ കാണുന്നും ഇങ്ങോട്ട് വരുമ്പോ അച്ചിങ്ങ മെഴുക്കുവരട്ടി വെക്കുന്ന എനിക്കറിയായിരുന്നു. എത്ര വേഗം പഠിച്ചു അമ്മമാരുടെ മെഴുക്ക് പുരട്ടിയ പയ്യ. പൈങ്കിളി കാണിക്കാം, പറയരുത്. മുലകുടി മാറി മിണ്ടാൻ തുടങ്ങിയ മാനിഫെസ്റ്റോ ഒക്കെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ അതൊന്നും വായിച്ചിട്ട് അതിനുള്ള ബുദ്ധി ഉറച്ചിട്ടില്ല. അമ്മ ഇതൊക്കെ വായിച്ചുണ്ടോ സഖാവേ? ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചു കേട്ടിട്ടുണ്ട്. വിശദീകരിച്ചും തന്നു നിന്റെ അച്ഛൻ. നിന്നെ പ്രസവിക്കുന്നതിന് കുറച്ചു നാൾ മുമ്പ് മോൻ ഗർഭപാത്രത്തിൽ നിന്നേ തുടങ്ങട്ടേന്നായിരുന്നു വാചകം. വളർന്ന് വലുതായി ഉജാലെ മുങ്ങി നിൽക്കല്ലേ സഖാവും മകൻ. കുഞ്ഞായിരിക്കുമ്പോ അപ്പി വാരി കളിക്കും, വളർന്നാ ചെയ്യാറില്ലല്ലോ. തന്തയ്ക്ക് പറക്കാത്തവൻ. ஏன் இவ்வளவு டென்ஷன் ஆறாங்க?
ஸோ ஆக்சுவலி அந்த புக்ஸ் அவங்களோட பார்ட்டி புக்ஸை வந்து ஷிட்னு சொல்லிட்டாரு போல. அவங்கள சின்ன வயசுல ஷிட்ஸோட விளையாடுவோம், பெருசானது கூட விளையாட മാട്ടാங்கிறது പാർട്ടി ബുക്സ്. ഈ വാചകം അമ്മ മാറ്റി പറയുന്ന ദിവസം ഇങ്ങോട്ട് വേണ്ട അങ്ങോട്ട് പറയും ഞാൻ ഒരു ലാൽ സലാം. இவருக்கு தெரிஞ்ச ஒண்ணு அவங்க மம்மிக்கு தெரியல, அதனால அவங்க மம்மி இன்னும் அதே மாதிரி இருக்காங்கல்ல. ஆமா. ஓகே, நம்ம வந்து பார்ட் 1 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 2ல சந்திப்போம். நன்றி, வணக்கம். பாய்.